സബ്സ്റ്റൻസ് അഡിക്ഷൻ ആൻഡ് റിക്കവറി മാസ്റ്റർ കോഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില ലഹരി വസ്തുക്കളെക്കുറിച്ചാണ്. അതിന് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും ഉണ്ടാകുന്ന എഫക്റ്റുകളെക്കുറിച്ചാണ്. ഈ ഒരു ലഹരി വസ്തുക്കളെക്കുറിച്ച് നമുക്കുള്ള മിഥ്യാധാരണകളൊന്ന് തിരുത്താൻ പോവുകയാണ്. ഓരോ ലഹരി വസ്തുവിനോടും എങ്ങനെയാണ് നമുക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാവുന്നത്, എങ്ങനെ അവയിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കപ്പെടാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മദ്യം നമ്മൾ ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ലഹരി വസ്തുവാണ്. പലപ്പോഴും ലഹരി എന്ന് കേൾക്കുമ്പം നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മയക്കുമരുന്നുകളെക്കുറിച്ചാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലഹരി വസ്തു എന്ന് പറഞ്ഞാൽ അത് മദ്യമാണ്. ആദ്യത്തിൽ ഇത് നമുക്ക് സന്തോഷം നൽകും, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, നമുക്ക് ആശ്വാസം നൽകും എന്നൊക്കെ നമുക്ക് അനുഭവപ്പെടേക്കാം. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ അത് മാറും. നമ്മുടെ ചിന്താശേഷി കുറഞ്ഞു വരും, നമ്മൾ അപകട സാധ്യതകൾ, ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതകൾ വർദ്ധിക്കും, നമ്മുടെ സംസാരിക്കാനുള്ള ശേഷി കുറവും, വാഹനാപകടങ്ങൾ വർദ്ധിക്കും, മറ്റു രോഗങ്ങളൊക്കെ വരാനുള്ള ദീർഘകാല ഉപയോഗം നമ്മുടെ ശരീരത്തിനെ തന്നെ വളരെ അപകടങ്ങൾ ബാധിക്കും. നമ്മുടെ കരളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോകും, തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കും, നമ്മുടെ ഹൃദയത്തെ ബാധിക്കും, നമ്മുടെ കുടുംബ ജീവിതത്തെ ബാധിക്കും. ഇത്രയും അപകടകരമായൊരു കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങും. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്താണ്, ഒരു 5 രീതി നിങ്ങൾ ആൽക്കഹോൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് എഴുതി വെക്കുക. നമ്മളെന്ന് പറഞ്ഞാൽ വെറുതെ പഠിച്ചു പോവുകയല്ല, നമ്മൾ ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്തിട്ട് മറ്റുള്ളവരെ നമ്മുടെ കുടുംബത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഇതിനൊക്കെ അടിമപ്പെട്ടവർ അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥ ശ്രമം ഉണ്ടാവാൻ വേണ്ടിയാണ് ഇതുപോലൊരു സംരംഭം ഞാൻ തന്നെ തുനിഞ്ഞത്. അടുത്തതായിട്ട് നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പുകയിലയും നിക്കോട്ടിനും എന്ന് പറഞ്ഞാൽ. നമ്മുടെ തലച്ചോറിലേക്ക് വേഗത്തിലെത്തുന്ന ഒരു ലഹരി വസ്തുവാണ് ഈ നിക്കോട്ടിൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് സിഗരറ്റ് വലിക്കുന്ന പലർക്കും ഇതിൻ്റെ അപകടങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഉപേക്ഷിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പുക വലിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? നമ്മുടെ ശ്വാസകോശ ക്യാൻസർ, വായയിലെ ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, സ്ട്രോക്ക് തുടങ്ങിയ, പിന്നെ COPD. നമുക്കറിയാം ഇന്ന് യുവാക്കൾക്കിടയിലുള്ള വല്ലാത്തൊരു ട്രെൻഡാണ് വെയ്പ്പിംഗ് എന്ന് പറഞ്ഞാൽ. പലരും വിചാരം ഇത് അപകടമല്ല എന്നുള്ളതാണ്. അത് തെറ്റാണ്. കാരണം ഈ വെയ്പ്പിങ്ങും ഒരു നിക്കോട്ടിൻ അഡിക്ഷൻ ഉണ്ടാക്കാനും മറ്റ് അപകടകരമായിട്ടുള്ള കെമിക്കൽസിന് ഉപയോഗിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇനി നമുക്ക് കഞ്ചാവ്. ചിലരൊക്കെ പറയും ഇത് പ്രകൃതിദത്തമായി കിട്ടുന്നൊരു സാധനമല്ലേ, ചെടികൾ എന്നല്ലേ. ഇപ്പോൾ ശരിയാണ്, ഒരിക്കലും അത് സുരക്ഷിതമല്ല. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുക? നമ്മുടെ ഓർമ്മക്കുറവ് കുറയും, നമ്മുടെ ശ്രദ്ധ കുറയും, നമ്മുടെ പ്രതികരണശേഷി കുറഞ്ഞു പോകും, നമ്മൾ ഒരുപാട് ഉത്കണ്ഠ ഉണ്ടാവും. ഇത് ദീർഘകാലം ഉപയോഗിക്കുമ്പോഴേക്ക് എന്താവും? കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പഠനത്തെയും മാനസികാരോഗ്യത്തെയും ഒക്കെ ശക്തമായിട്ട് ബാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർ നേച്ചുറലായതിനെ സേഫ് എന്ന് വിശ്വസിക്കുന്നത്? ചർച്ച ചെയ്യാം. പല നേച്ചുറൽ പ്രൊഡക്ട്സുകളും വളരെ അപകടകരമായിട്ടുള്ള ഇമ്പാക്റ്റാണ് മനുഷ്യർക്കുണ്ടാകുക. എന്നാലും ഇത് പ്രകൃതിദത്ത അല്ലവലേച്ചിട്ട് അത് ഉപയോഗിക്കും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. നേച്ചറിലും ഒരുപാട് അപകടങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് MDMAയെക്കുറിച്ചും മറ്റ് പാർട്ടി ലഹരി വസ്തുക്കളെയും കുറിച്ചാണ്. പലപ്പോഴും നമ്മളൊക്കെ ആശുപത്രിയിലൊക്കെ ഒരുപാട് കുട്ടികളെ മുൻകാലങ്ങളിലാണ് കുറച്ചൊരു മുമ്പൊക്കെ കണ്ടത്. ഇങ്ങനെ പല ലക്ഷണങ്ങളുമായിട്ട് വന്നു. എനിക്ക് ഓർമ്മ ഇപ്പോഴും എൻ്റെ കൺസൾട്ടിങ് റൂമിലേക്ക് അവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഒരു ലഹരി ഉപയോഗിച്ചൊരു കുട്ടി വരിക, അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഡോക്ടറെ ആ വെള്ളം എടുക്കി എന്ന് പറഞ്ഞു. നാവിൻ്റെ നാവ് നോക്കിയപ്പോൾ നാവ് ഇങ്ങനെ വരണ്ടിട്ട് മരുഭൂമി പോലെ കിടക്കുക. ശരീരത്തെ നോക്കി നോക്കിയപ്പോൾ നല്ല പനി പോലെ നല്ല ചുട്ടുപൊള്ളുന്ന ചൂടുണ്ട്.
സ്റ്റെത്തസ്കോപ്പ് വെച്ച് നോക്കിയപ്പം അവൻ്റെ ഹൃദയത്തിൻ്റെ ഋതമൊക്കെ വളരെ താറുമാറായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അപസ്മാരത്തിൻ്റെ എപ്പിസോഡും ഉണ്ടായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോഴാണ് MDMA ഉപയോഗിച്ച് വരുന്ന വഴിയാണ്. കഴിഞ്ഞ ദിവസവും MDMA ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായൊരു ഇമ്പാക്റ്റാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും MDMA നമ്മുടെ പാർട്ടികളിൽ വളരെ ഉപയോഗിക്കുന്ന ഇത് ആദ്യഘട്ടത്തിൽ നമുക്ക് നല്ലൊരു ഊർജ്ജം നൽകും, ആവേശം നൽകും, സെക്ഷലായിട്ടൊക്കെ കൂടുതൽ ഒരു ഊർജ്ജം നൽകും. പക്ഷേ പിന്നീട് എന്ത് ചെയ്യും? ഇത് നമ്മുടെ ശരീരത്തിലെ താപനില കൂട്ടും, നമ്മളിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും, അപസ്മാരം അല്ലെങ്കിൽ ഹൃദയപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. അത് മാത്രമല്ല, നമ്മളെ വിപണികളിലേക്ക് ലഭിക്കുന്ന MDMA ഒക്കെ പോയി സപ്ലൈ ചെയ്യുന്ന ഗുളികകളിൽ മറ്റ് അപകടകരമായിട്ട് വസ്തുക്കൾ കൂടി കലർത്തിയിട്ടുണ്ടാവും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? ഒരു റോൾ പ്ലേ ചെയ്യാണ്. ഒരു ഫ്രണ്ട് നിങ്ങളോട് പറയാം, എന്താടാ പിടിച്ചാടാ ഒരു MDMA കഴിച്ചോ, ചെറിയൊരളവിലല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്തരമൊരു ഘട്ടത്തിൽ ഇതിനോട് നോ എന്ന് പറയാനും ഇതിനെ തിരസ്കരിക്കാനും വളരെ സ്ട്രോങ് ആയിട്ടും എന്നാൽ കാമായിട്ടും എങ്ങനെ നോ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും. അടുത്തതായിട്ട് നമുക്കറിയാം അഡിക്റ്റഡ് ആവുന്നൊരു സംഭവമാണ് കൊക്കൈൻ, ഹീറോയിൻ. ഇതൊക്കെ വളരെ ശക്തമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവ ഉണ്ടാക്കുക? വളരെ ശക്തമായിട്ടുള്ളൊരു അഡിക്ഷൻ ഉണ്ടാക്കും. സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ശൂന്യമാവും. കുടുംബ തകർച്ചയുണ്ടാവും. തീർച്ചയായിട്ടും ലഹരി ഉപയോഗിക്കുന്ന പല വീടുകളിലും ഇന്ന് ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ കഴിഞ്ഞ ദിവസം എപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു ദമ്പതികളാണ്. കുറേ കാലം വീട്ടുകാരോടൊക്കെ മത്സരിച്ച് തർക്കിച്ച് അവനോടൊപ്പം പോയി. അവസാനം എന്തായി? അതിപ്പം അവർ വേർപിരിയലിൻ്റെ വക്കിലാണ് കിടക്കുന്നത്. ക്രൈം, കൊലപാതകം, ആക്രമണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ പിറകിൽ കൂടുതലും ഇതായിരിക്കും, ഇതിൻ്റെ ഉപയോഗങ്ങളായിരിക്കും. MDMA ഒക്കെ ആണെന്ന് പ്രേരിപ്പിക്കും. കാരണം ഇവരിലൊരു ഫാൻറ്റസി ലോകം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് MDMA. അവിടെ മറ്റൊരാളെ കൊല ചെയ്യുന്നു, നമ്മളെ ഗെയിമിലൊക്കെ കാണിക്കുന്നത് പോലെ തന്നെ ഒരു ഫാൻറ്റസി ലോകം. പിന്നെ ഓവർഡോസ്, മരണം, എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണ്? നിങ്ങളോട് ആരെങ്കിലും പറയാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുമോ? എന്നാലും അത് റിസ്ക്കി ആയിട്ട് തോന്നിയ കാര്യമാണ്. പിന്നെ ആൾക്കാർക്കിടയിൽ ഉണ്ടാകുന്ന മറ്റൊരു ദുരുപയോഗം ഏതാണ്? പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്ന മരുന്നുകളുടെ ദുരുപയോഗമാണ്. നമുക്കറിയാം, ഡോക്ടർ ഇപ്പോൾ ഒരു അസുഖത്തിനൊരു മരുന്ന് നിർദ്ദേശിച്ചാൽ അത് സുരക്ഷിതമായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് കുഴപ്പമില്ല. ദുരുപയോഗപ്പെടുത്തുന്ന അപകടമാണ്. ഒരിക്കലും നമ്മൾ മറ്റൊരാൾ കൊടുക്കുന്ന മരുന്ന് ഉപയോഗിക്കരുത്. ഡോസ് ഒരു കാരണവശാൽ സ്വയം കൂട്ടരുത്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു മരുന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ കഴിക്കരുത്. നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങളുടെ വീട്ടിലെ ഹോം മെഡിസിൻ ക്യാബിനറ്റ് ഒന്ന് നോക്കുക. അതിൽ ഏതൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട മരുന്ന് ഏതൊക്കെയാണ്, അല്ലാതെ സൂക്ഷിക്കേണ്ട എന്താണ്, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ഈ മോഡ്യൂൾ 4 നമുക്ക് ചില പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ലഹരി വസ്തുക്കളുടെ ഒരു താരതമ്യ പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങളൊരു പേര് എഴുതുക, അതുകൊണ്ട് ഉടനടി ഉണ്ടാകുന്ന ഫലങ്ങൾ എഴുതുക, ദീർഘകാല അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഫലങ്ങൾ എഴുതുക, ലഹരിയുടെ ഒരു റിസ്ക് എന്താണ്, ഇത് ഉപയോഗിച്ചാൽ റിസ്ക് എന്താണെന്ന് അറിയുക, ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചും എഴുതുക. എന്താണ്